നവംബറിൽ പുതിയ ബാച്ച് തുടങ്ങുമ്പോൾ ദിസ് കൈൻഡ് ഓഫ് എ ലൈഫ് അഡ്വൈസ് ഐ വുഡ് ലൈക്ക് ടു ഗീവ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഡോണ്ട് റഷ് ഇൻ ടു റിലേഷൻഷിപ്സ്, ഡോണ്ട് റഷ് ഇൻ ടു റൊമാൻറ്റിക് റിലേഷൻഷിപ്സ്, ഡോണ്ട് റഷ് ഇൻ ടു ഫ്രണ്ട്ഷിപ്പ്. ഫസ്റ്റ് ഇയറിൽ തന്നെ വന്നിട്ട് ഫ്രണ്ട്സ് ഫോർ എവർ എന്നുള്ളൊരു ടാഗിൽ അങ്ങനെ ഒരാളെ നമ്മൾ അപ്പോഴേ ചൂസ് ചെയ്യരുത്. വി ഹാവ് ടു ഗിവ് ടൈം ഫോർ സെറ്റിംഗ് ദ കോമ്പാക്റ്റബിലിറ്റി. അത് ഫ്രണ്ട്സ് ആയാലും അങ്ങനെ തന്നെയാണ്. വെച്ചാൽ നമ്മൾ ആദ്യം കാണുന്ന അല്ലെങ്കിൽ പരിചയപ്പെടുന്ന അവർ നമ്മളതിനകത്ത് ചേരും നമുക്ക് തോന്നിയാലും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ട്, യു ഹാവ് ദ സെയിം ലൈക്സ് ഓർ ഡിസ്ലൈക്സ്, എന്തുകൊണ്ട് മാത്രം they don't fit to be your best friend. അപ്പോൾ you have to give the time for it to develop, to understand them well, എന്നിട്ട് മാത്രം ഫ്രണ്ട്ഷിപ്പിലേക്ക് ചാടുക. ആൻഡ് ഡോണ്ട് സ്റ്റിക്ക് ഓൺ ടു only your best friend. You might be an introvert, പക്ഷേ ഒരാളോട് മാത്രം കൂട്ടുവെച്ചാൽ അവരൊരിക്കലും ആബ്സെന്റ് ആയ, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രസൻസിൽ ഡിമായ ഫ്രണ്ട്സ്. സോ അങ്ങനെ ഒരിക്കലും ഒരു എന്താ പറയുക സെൽഫിഷ് ആറ്റിറ്റ്യൂഡ് വെക്കാതെ ഹാവ് എവരിബഡി ആസ് ഫ്രണ്ട്സ്. കാരണം ഫസ്റ്റ് ഇയറിലെ ഫ്രണ്ട്സ് അതായിരിക്കില്ല സെക്കൻഡ് ഇയറിലെ ഫ്രണ്ട്സ് ഇൻ മോസ്റ്റ് പീപ്പിളിലും. ആൻഡ് ഐ ഹവ് സീൻ എ ലോട്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഡിസ്ട്രോയ്ഡ് ഗ്യാങ് ഒക്കെ ആയിട്ട് ആദ്യം തുടങ്ങിയാലും അത് മെയിൻറ്റെയിൻ ആവാത്ത കേസുകളുണ്ട്, അത് അടിച്ചു പിരിഞ്ഞ കേസുകളുണ്ട്. സോ ഒരിക്കലും എന്താ പറയുക ചാടിക്കയറിയ റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് അങ്ങനെ ഫോർ എവർ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളൊരു ഐഡിയയിലേക്ക് ചാടാതെ ഗിവ് ഇറ്റ് ദ ടൈം. യു ഹാവ് 4 long years. പെട്ടെന്ന് പോകും, എന്നാലും യു ഹാവ് ടൈം. സോ ഗിവ് ഇറ്റ് എ ടൈം, ഗിവ് ഇറ്റ് എ പേസ്, ആൻഡ് എന്നിട്ട് മാത്രം ഫൈൻഡ് യുവർ ബെസ്റ്റ് പാർട്ട്ണർ, ബെസ്റ്റ് ഫ്രണ്ട്.